അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കൂട്ടുകാരെ, ഇന്ന് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. നമ്മൾ ജീവിക്കുന്ന പരിസ്ഥിതിയെക്കുറിച്ചും വർത്തമാനത്തിനും ഭാവിക്കും വേണ്ടി അതിനെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും അവബോധമുണ്ടാക്കുന്നതിനാണ് 1972 ഐക്യരാഷ്ട്രസഭ ഈ ദിവസത്തെ ലോക പരിസ്ഥിതി ദിനമായി പ്രഖ്യാപിച്ചത്. മനുഷ്യരെന്ന നിലയിൽ നാം ജീവിക്കുന്ന പരിസ്ഥിതിയെ സംരക്ഷിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ്. അതിനാവശ്യമായ കാര്യങ്ങൾ നാം ചെയ്യേണ്ടതുണ്ട്. ഇന്ന് നമ്മുടെ പരിസ്ഥിതി ഏറ്റവും കൂടുതൽ നേരിടുന്ന ഭീഷണികൾ: വായു മലിനീകരണം, കുന്നുകളും മലകളും നിരത്തിയുള്ള വികസന പ്രവർത്തനങ്ങൾ. പ്രത്യേകിച്ച് നമ്മുടെ കൊച്ചു കേരളത്തിൽ അടിക്കടി ഉണ്ടാവുന്ന പ്രളയങ്ങൾ ചില മുതലാളിമാരെ സുഖിപ്പിക്കാനുള്ള സർക്കാരിന്റെ ചില നിയമങ്ങളുടെ ഫലമാണല്ലോ. പുഴകളുടെ പെട്ടെന്നുള്ള നിറഞ്ഞൊഴുക്കുകൾ. ഈ പരിസ്ഥിതി ദിനത്തിൽ എനിക്ക് പറയാനുള്ളത്, പ്രകൃതിയെ വേദനിപ്പിക്കുകയല്ല, മറിച്ചു സേവിക്കുകയാണ് വേണ്ടത്. വഴിയിലുള്ള ഒരു ബുദ്ധിമുട്ടിനെ നീക്കുന്നത് പോലും വിശ്വാസത്തിന്റെ ഭാഗമാണെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. നാളെ ലോകം അവസാനിക്കുകയാണെങ്കിലും ഇന്ന് നിന്റെ കയ്യിൽ വൃക്ഷത്തൈ ഉണ്ടെങ്കിൽ അത് നടണമെന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന ഇസ്ലാം പ്രകൃതിയെ എത്രത്തോളം ചേർത്ത് പിടിച്ചിട്ടുണ്ട് എന്നതിന്റെ ഉദാഹരണമാണ്. മനുഷ്യന്റെ നല്ല ജീവിതത്തിന് അനുയോജ്യമായ രൂപത്തിൽ ഈ പ്രകൃതിയെ സംരക്ഷിക്കാൻ സാധ്യമാകുന്നതെല്ലാം ചെയ്യാൻ നമുക്കാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചു പ്രസംഗം നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.